Hi everyone. We have already discussed about shell model and we have reached at a conclusion that how these different shells are arranged in case of a nucleus, isn't it? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു there are certain numbers called magic numbers. So certain ഷെൽസിൽ ആ മാജിക് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസ് എന്താണ് എക്സ്ട്രാ സ്റ്റേബിൾ ആണ് നമ്മൾ പറഞ്ഞു. ആൻഡ് ദോസ് നമ്പേഴ്സ് ആർ 2, 8, 20, 28, 50, 82, 126, റൈറ്റ്? സോ അതിനനുസരിച്ച് എങ്ങനെയാണ് ഷെൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ മുന്നേ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ ആ ഷെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് 1s ഹാഫ് ആണ്, ദെൻ 1p 3/2, 1p ഹാഫ്, 1d 5/2, 2s ഹാഫ്, 1d 3/2, 1f 7/2, 2p 3/2, 1f 5/2, 2p half, 1g 9/2, 1g 7/2, and it goes on like that. Okay. ആൻഡ് അതിലെ ഓരോ ഷെല്ലിലും ഒക്യുപ്പൈ ചെയ്യാവുന്ന മാക്സിമം ന്യൂക്ലിയോൺസിൻ്റെ നമ്പറാണ് ആ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത് 2, 4, 2, 6, 2, 4 അങ്ങനെ എഴുതിയിട്ടുള്ള നമ്പേഴ്സ്. അതായത് 1s ഹാഫിൽ 2 ന്യൂക്ലിയോൺസിന് ഒക്യുപ്പൈ ചെയ്യാം, 1p 3/2 4 ന്യൂക്ലിയോൺസിന് ഒക്യുപ്പൈ ചെയ്യാം. ഓക്കെ, സോ ആൻഡ് 1s ഹാഫിൽ 2 ന്യൂക്ലിയോൺസിന്, 1p 3/2 4 ന്യൂക്ലിയോൺസിന്, 1p ഹാഫിൽ 2 ന്യൂക്ലിയോൺസിന്. സോ 1p ഹാഫ് വരെ ടോട്ടലി എത്ര ന്യൂക്ലിയോൺസിന് ഒക്യുപ്പൈ ചെയ്യാം? 8 ന്യൂക്ലിയോൺസിന് ഒക്യുപ്പൈ ചെയ്യാം. ഓക്കെ, ആ 1p ഹാഫ് കഴിഞ്ഞാൽ അവിടെ ഒരു ലാർജ് എനർജി ഗ്യാപ്പാണ്. അതായത് അതുവരെ ഷെല്ല് ക്ലോസ്ഡ് ഷെല്ലാണ് 1p ഹാഫ് വരെ. ഓക്കെ, സോ ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. സോ ഇതുപോലെ നമുക്ക് ന്യൂക്ലിയോൺസിനെ, അതായത് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ന്യൂക്ലിയസിൽ നമ്മൾ ഒരു ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇലക്ട്രോൺസിനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നത് പോലെ തന്നെ ന്യൂക്ലിയസിൽ വി ക്യാൻ ടെൽ ദ കോൺഫിഗറേഷൻ ഓഫ് ഹൗ ദീസ് ന്യൂക്ലിയോൺസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ അറേഞ്ച്ഡ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂഷ്വൽ കേസസിൽ നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇപ്പോൾ സ്ലൈഡിൽ കാണുന്ന പോലെ നമുക്ക് എഴുതാം 1s ഹാഫ്, 1p 3/2, 1p ഹാഫ്, 1d 5/2, ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. അതിൽ ഓരോന്നിലും ഒക്യുപ്പൈ ചെയ്യാവുന്ന മാക്സിമം ന്യൂക്ലിയോൺസിൻ്റെ നമ്പറും ബ്രാക്കറ്റിൽ താഴെ എഴുതിയിട്ടുണ്ട്. 2, 4, 2, 6, 2, 4, 8, 4, 6, 2, 10, 8 ആൻഡ് സോ ഓൺ. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ന്യൂക്ലിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ ന്യൂക്ലിയസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വൺസ് നമ്മൾ ആ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ആ കോൺഫിഗറേഷൻ നിന്ന് ആ ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റും പാരിറ്റിയും എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റെപ്സ് ടു ഡിറ്റർമൈൻ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റി ഓഫ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമുക്കിപ്പോൾ ഒരു ന്യൂക്ലിയസ് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ ബി ദാറ്റ് ന്യൂക്ലിയസ്, ഫസ്റ്റ് അതിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇഫ് ദോസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ബോത്ത് ആർ ഈവൺ, ഓക്കെ രണ്ടും ഈവൺ ആണെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം 0 ആയിരിക്കും. അതുപോലെ പാരിറ്റി ഈവൺ ആയിരിക്കും. ഓക്കെ, അത് രണ്ടും ഈവൺ ആണെങ്കിൽ, അതായത് ഈവൺ ന്യൂക്ലിയസിൻ്റെ കേസിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇഫ് വൺ ഓഫ് ദ ന്യൂക്ലിയോൺസ് ഇസ് ഈവൺ, ഓക്കെ ഐദർ പ്രോട്ടോൺ നമ്പറോ ന്യൂട്രോൺ നമ്പറോ ഈവൺ ആവുക ആൻഡ് അതർ ഇസ് ഓഡ്. ഓക്കെ, ഒന്ന് ഈവണും ഒന്ന് ഓടും, അതായത് ഓഡ് ഈവൺ ന്യൂക്ലിയസ് വരുമ്പോൾ ജെ വാല്യൂ പാരിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ അതിൽ ഏതാണോ ഓഡ്, ഇപ്പം പ്രോട്ടോൺ ആണ് ഓഡ് എന്നുണ്ടെങ്കിൽ ആ പ്രോട്ടോൺ ആയിരിക്കും അവിടെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിനും പാരിറ്റിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക. അല്ല ന്യൂട്രോൺ ആണ് ഓഡ് എന്നുണ്ടെങ്കിൽ ന്യൂട്രോൺ ആയിരിക്കും അവിടെ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുക? ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റി. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലാസ്റ്റ് അൺപയർഡ് ന്യൂക്ലിയോൺ വിച്ച് ഇസ് ദെയർ ഇൻ ദാറ്റ് ന്യൂക്ലിയസ്. ഓക്കെ, നമുക്ക് ഓരോ എക്സാമ്പിൾസ് വഴി പറയാം. ജസ്റ്റ് ജനറൽ ആയിട്ട് ഇത് പറഞ്ഞതാണ്. ഇനി തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ ഓഡ് ന്യൂക്ലിയോണിൻ്റെ കേസാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ബോത്ത് ആർ ഓഡ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ബ്രെണ്ണൻ ബേൺസ്റ്റൈൻ റൂൾസ് വെച്ചിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അവിടെ നമ്മൾ എൻ പ്രൈം എന്ന് പറയുന്ന ഒരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് എൻ പ്രൈം ഇസ് ഡിഫൈൻഡ് ആസ് JP മൈനസ് LP പ്ലസ് JN മൈനസ് LN. ജെ എന്ന് ഉദ്ദേശിക്കുന്നത് ആംഗുലർ മൊമെൻ്റ് ആണ്, എൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ആണ് ഉദ്ദേശിക്കുന്നത്. പി എന്നുള്ളത് പ്രോട്ടോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. സോ JP മീൻസ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി പ്രോട്ടോൺ, LP ഇസ് ദ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി proton. Jn is the total angular momentum of neutron. Ln is the orbital angular momentum of neutron. Okay. So
corresponding to that orbital angular momentum will be having a value of L. നമ്മൾ യൂഷ്വലി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പോലെ നമുക്കത് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സോ ഇങ്ങനെ ഒരു എൻ പ്രൈം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ എൻ പ്രൈമിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ പാരിറ്റി ടോട്ടൽ ആംഗുലർ മൊമെൻറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യണത്. സോ എൻ പ്രൈം 0 ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ total angular momentum J will be equal to Jp minus Jn, modulus of Jp minus Jn, and parity will be negative. Okay, and if n prime is plus or minus 1, okay, and n is equal to Z, number of protons equal to number of neutrons ആണെങ്കിൽ the total angular momentum J is given by modulus of Jp plus Jn, and parity can be plus or minus 1 corresponding to n prime. n prime plus 1 ആണെങ്കിൽ parity plus 1 ആയിരിക്കും. n prime minus 1 ആണെങ്കിൽ parity minus 1 ആയിരിക്കും. ആൻഡ് തേർഡ് കേസ് എന്ന് പറയുന്നത് n prime plus or minus 1 ആവണം, n not equal to Z ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം J is given by Jp plus Jn minus 1 and the parity is positive. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വഴി അത് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഓക്സിജൻ ന്യൂക്ലിയസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഓക്സിജൻ 16(8). സോ അവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 8ഉം നമ്പർ ഓഫ് ന്യൂട്രോൺസ് 8ഉം ആണ് അവിടെ വരുന്നത്, അല്ലേ? സോ അത് ഈവൺ ന്യൂക്ലിയസ് ആണ്, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈവൺ ആണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈവൺ ആണ്. സോ രണ്ടും ഈവൺ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അൺപെയർഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോണും അവിടെ ഇല്ല. ഓക്കെ, സോ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം 0 ആയിരിക്കും, പാരിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ വാട്ട് എവർ ബി ദ ന്യൂക്ലിയസ്, ഇഫ് ഇറ്റ് ഇസ് ഈവൺ then the total angular momentum will be 0 and parity will be positive. സോ നമ്മൾ ആ ന്യൂക്ലിയസിനെ റെപ്രസെൻറ്റ് ചെയ്യുക ജെ പി എന്നുള്ള ഫോമിലാണ്. ജെ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റും പി ഉദ്ദേശിക്കുന്നത് പാരിറ്റിയാണ്. സോ ഇവിടെ 0+ എന്നായിരിക്കും ആ ന്യൂക്ലിയസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അലുമിനിയം ആണ്. അലുമിനിയത്തിൻ്റെ കേസിൽ Z13 ആണ് വരുന്നത്, N14 ആണ്. അതായത് either Z or N, ഒന്ന് ഓഡാണ്, മറ്റത് ഈവൺ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഏതാണോ ഓഡ്, ഓക്കെ, അത് മാത്രമാണ് ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ ഓഡ് ഏതാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. സോ പ്രോട്ടോൺ ആയിരിക്കും ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. സോ അവിടെ നമുക്ക് കോൺഫിഗറേഷൻ എഴുതണം. സോ കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രോട്ടോണിൻ്റെയാണ് കോൺഫിഗറേഷൻ എഴുതുന്നത്, കാരണം അതാണ് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഷെൽ മോഡലിന് നമുക്ക് അറിയാവുന്ന ഓർഡർ ഓഫ് ഷെൽസ് എന്ന് പറഞ്ഞാൽ 1s½ 1p 3/2 1p½ 1d 5/2 ആണ്. അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് പറ്റുന്നു നമ്മൾ പറഞ്ഞു. 2 4 2 then 6 ആണ് വരുന്നത്, അല്ലേ? അതെങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം? നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അവിടെ 2j+1 ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഏതൊരു ഷെല്ലിൻ്റെയും ജെ നോക്കുക, 2j+1 ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര ന്യൂക്ലിയോൺസിനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള നമ്പേഴ്സാണ് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞത്. സോ ഇവിടെ നമുക്ക് 13 പ്രോട്ടോൺസ് ഉണ്ട്. സോ അതിനെ നമ്മൾ 2 4 2 5 എന്നുള്ള ഓർഡറിൽ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് അൺപെയർഡ് ന്യൂക്ലിയോൺ, അതായത് പ്രോട്ടോൺ ഇവിടെ വരുന്നത് ഏത് ഷെല്ലിലാണ്? 1d 5/2 ഷെല്ലിലാണ്, അല്ലേ? അതിൻ്റെ അർത്ഥം ആ ഷെല്ലിൻ്റെ ആംഗുലർ മൊമെൻറ്റം ആയിരിക്കും ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം, ഓക്കെ, ഓഫ് ദി ന്യൂക്ലിയസ്. സോ ആ ഷെല്ലിൻ്റെ ആംഗുലർ മൊമെൻറ്റം എത്രയാണ്? 5/2 ആണ്, അല്ലേ? സോ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വിൽ ബി 5/2. പാരിറ്റി നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നാ പറഞ്ഞത്? -1^L ചെയ്താൽ മതി. സോ ഇവിടുത്തെ ലാസ്റ്റ് അൺപെയർഡ് ന്യൂക്ലിയോൺ വരുന്നത് 1d 5/2 എന്നുള്ള ഷെല്ലിലാണ്. ആ ഷെല്ല്, അതായത് ഡി ഷെല്ലിലാണ് വരുന്നത്. ഡി ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2 ആണ്, അല്ലേ? സോ -1^2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരിറ്റി കിട്ടും, അതായത് +1. പാരിറ്റി ഈസ് പോസിറ്റീവ്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് JP ആസ് 5/2+. ഓക്കെ, J 5/2 ആണ്, പാരിറ്റി പോസിറ്റീവ് ആണ്. സോ ആ ന്യൂക്ലിയോണിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ന്യൂക്ലിയസിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒന്ന് ഓടും ഒന്ന് ഈവണും വരുമ്പോഴത്തെ കേസ്. ഇനി 2 മോഡ് വരുമ്പോഴത്തെ കേസ് നോക്കാം. 2 മോഡ് വരുമ്പോൾ അവിടെ അഗൈൻ 3 കേസസ് വരുന്നുണ്ട്. നമ്മൾ N പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ അവിടെ ഡിറ്റർമൈൻ ചെയ്യണം. N പ്രൈം 0 ആവുമ്പോൾ ഒരു കേസ് നമുക്ക് വരുന്നുണ്ട്. ദെൻ N പ്രൈം നോട്ട് ഈക്വൽ ടു 0 ആവുമ്പോൾ 2 കേസ് വരുന്നുണ്ട്. ഒന്ന് N ഈക്വൽ ടു Z, ഒന്ന് N നോട്ട് ഈക്വൽ ടു Z. നമ്മൾ ആദ്യം പറഞ്ഞു, ആ കണ്ടീഷൻസിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിനിൽ Z17 ആണ്, N 21 ആണ്. സോ ബോത്ത് ആർ ഓഡ്. ഓക്കെ, സോ എന്താ, രണ്ടും ഓഡ് ആയത് കാരണം
പ്രോട്ടോണും ന്യൂട്രോണും ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ബോത്ത് അൺപെയർഡ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. സോ ഫസ്റ്റ് നമുക്ക് പ്രോട്ടോണിൻ്റെ കേസ് എഴുതാം. പ്രോട്ടോൺ നമ്പർ എന്ന് പറയുന്നത് അവിടെ 17 ആണ് അല്ലേ. സോ 17 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഷെൽ മോഡൽ വെച്ചിട്ട് അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാണ്. അങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രോട്ടോൺ വരുന്നത് 1d3/2 ഷെല്ലിലാണ്. ഓക്കെ, സോ ഫോർ പ്രോട്ടോൺ ആ ലാസ്റ്റ് പ്രോട്ടോൺ വരുന്ന ഷെല്ലിൻ്റെ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/2 ആണ്. സോ നമുക്ക് ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3/2 ആണ്. സോ ജെ പി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോട്ടോൺ ലാസ്റ്റ് വരുന്ന ഷെല്ലിൻ്റെ ജെ. ഓക്കെ, സോ ജെ പി ഈസ് 3/2 ആൻഡ് വാട്ട് വിൽ ബി എൽ പി. എൽ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഷെല്ല് ഡി ഷെല്ലാണ്. ഡി ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര, എല്ലിൻ്റെ വാല്യൂ എത്രയാണ്, 2 ആണ്. സോ എൽ പി ക്യാൻ ബി ടേക്കൺ ആസ് 2. ഓക്കെ, ഇതേപോലെ ന്യൂട്രോണിനും എഴുതാം. ഇവിടെ ന്യൂട്രോണിൻ്റെ നമ്പർ എത്രയാണ്, 21 ആണ്. സോ ന്യൂട്രോൺ നമ്മൾ ഇതേപോലെ കോൺഫിഗറേഷനിൽ ന്യൂട്രോണിനെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ന്യൂട്രോൺ വരുന്നത് 1f7/2 എന്ന് പറയുന്ന ഷെല്ലിലാണ്. സോ അതിൻ്റെ ജെ വാല്യൂ എത്രയാണ്, 7/2 ആണ്. സോ ഇവിടെ ജെ എൻ എന്ന് പറയുന്നത് 7/2 ആയിരിക്കും. ആൻഡ് എൽ എൻ എന്ന് പറയുന്നത് ആ എഫ് ഷെല്ലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ വാല്യൂ എത്രയായിരിക്കും, 3 ആണ്. സോ എൽ എൻ ഇസ് 3. സോ നമുക്ക് ജെ പി കിട്ടി, ജെ എൻ കിട്ടി, അതുപോലെ എൽ പി കിട്ടി, എൽ എൻ കിട്ടി. ഓക്കെ, സോ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ എൻ പ്രൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എൻ പ്രൈം ഇസ് ഈക്വൽ ടു ജെ പി മൈനസ് എൽ പി പ്ലസ് ജെ എൻ മൈനസ് എൽ എൻ. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻ പ്രൈമിന് 0 വരും. സോ എൻ പ്രൈം 0 വരുന്ന കേസാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, സോ എൻ പ്രൈം 0 വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ വാല്യൂ എത്രയെന്നാണ് നമ്മൾ പറഞ്ഞത്, മോഡുലസ് ഓഫ് ജെ പി മൈനസ് ജെ എൻ ആണ്. സോ ജെ പിയും ജെ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് അവിടെ 2 കിട്ടും. ഓക്കെ, ജെ വിൽ ബി 2 ആൻഡ് പാരിറ്റി വിൽ ബി പോസിറ്റീവ്. ഓൾറെഡി പാരിറ്റിയുടെ വാല്യൂ എത്ര വരാമെന്ന് നമ്മൾ ഓൾറെഡി ജനറൽ ആ റൂൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ബ്രണ്ണൻ ആൻഡ് ബേർസ്റ്റൈൻ റൂൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞു. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ജെ പി നമുക്ക് എഴുതാം, ജെ പി വിൽ ബി ഈക്വൽ ടു 2 മൈനസ്. ഓക്കെ, ആ ന്യൂക്ലിയസിനെ നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. So this is how we are writing the total angular momentum and parity of the ground state of the nucleus. ഇവിടെ ഓഡ് ന്യൂക്ലിയസിന് ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. ഈവൺ ന്യൂക്ലിയസ്, ദെൻ ഈവൺ ഓഡ് ന്യൂക്ലിയസ് ആൻഡ് ഓഡ് ന്യൂക്ലിയസ്. ഓഡ് ന്യൂക്ലിയസിൽ തന്നെ 3 സിറ്റുവേഷൻസ് വരുന്നുണ്ട് കേട്ടോ. സോ these are the different rules which we are using in order to find the total angular momentum and parity of the ground state. This is one of the most important thing which we are getting from the shell model. Okay. Here we are going to discuss about nuclear magnetic moment. So before moving on to the discussion of nuclear magnetic moment, let us first see what is meant by magnetic dipole moment. Okay, that is magnetic. What is the basic idea of magnetic moment? So already you know it is a physical quantity that gives idea about the magnetic structure and orientation of a bar magnet. അതായത് ബാർ മാഗ്നറ്റിൻ്റെ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. isn't it? So you know the expression also for magnetic dipole moment, mu is equal to IA. I is the current which is flowing through that loop and A is the area of the loop. നമുക്ക് ബാർ മാഗ്നറ്റിന് ഇക്വാലൻ്റ് ആയിട്ട് ഒരു സർക്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്യാം. ആ സർക്കുലർ ലൂപ്പിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും, അവിടെ ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് mu is equal to IA. ഓക്കെ, that is also behaving as a tiny magnet. ഇതേ എക്സാമ്പിൾ നമുക്ക് ഡിഫറെൻറ്റ് ഫിസിക്കൽ കണ്ടീഷൻസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. This example, that is a current moving around a circular loop, can also be compared to other physical examples like motion of electron around a nucleus. Electrons charged particles ആണ്, അതുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ മോഷൻ അറൗണ്ട് ദ ന്യൂക്ലിയസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലോ ഓഫ് കറണ്ട് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ ആ കേസിൽ ആ ഇലക്ട്രോൺസിൻ്റെ മോഷൻ കാരണം ഉണ്ടാവുന്ന കറണ്ട് I will be equal to minus E/T എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. But T is 2 pi R divided by V, and as a result we get I is equal to minus EV divided by 2 pi R. This is some expressions which you already know, isn't it? And mu equal to IA ആണ്. So നമ്മൾ അവിടെ ഐൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് mu is equal to minus EV R by 2 എന്ന് കിട്ടും. And if we are multiplying and dividing it by the mass of electron, okay, the RHS,
then you will be getting an expression which you can substitute for L. L is equal to mvr നമുക്ക് അവിടെ substitute ചെയ്യാം. And as a result we get mu is equal to minus EL divided by 2m എന്ന് കിട്ടും. ഓക്കെ, അതായത് മാഗ്നറ്റിക് മൊമെന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. എൽ എന്ന് വെച്ചാൽ എന്താ, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ആണ്. ആൻഡ് മ്യൂ ഇസ് ദ മാഗ്നറ്റിക് മൊമെന്റ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഓർബിറ്റൽ മോഷൻ ഓഫ് ദി ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള ഓർബിറ്റൽ മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെന്റ് ആണ് മ്യൂ. ആ മ്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കിട്ടിയത്, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നമ്മളൊരു ക്ലാസിക്കൽ പിക്ചർ ഓഫ് ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനാണ്. ഇഫ് യു ആർ കൺസിഡറിങ് ദ ക്വാണ്ടം മെക്കാനിക്കൽ expression, then also the magnetic moment expression is almost similar, but there is a correction in that. So ഇവിടെ നമുക്ക് കിട്ടിയത് mu is equal to minus EL divided by 2m ആണ് അല്ലേ. E and m are constants. Mass of the electron constant ആണ്, charge of the electron constant ആണ്. So mu is associated with L എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് ഇതിന്ന് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് വി ആർ ഹാവിങ് എ പാർട്ടിക്കിൾ. ഓക്കെ, ആ പാർട്ടിക്കിളിന് ഇറ്റ്സ് ഓൺ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കൂ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എൻ ആംഗുലർ മൊമെന്റം എൽ വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് മോഷൻ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന് എന്തുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിരിക്കും അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് മോഷൻ. So we can tell that the magnetic moment of any particle is a result of two things. ഏതൊക്കെയാണ്, intrinsic charge that particle is having and the angular momentum associated with its motion. So suppose നമുക്കൊരു പാർട്ടിക്കിൾ ഉണ്ട്, അതിനൊരു ഇൻട്രിൻസിക് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കൂ. അതുപോലെ ആ പാർട്ടിക്കിളിന് ഒരു മോഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്. ആ മോഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ആംഗുലർ മൊമെന്റം ഉണ്ട്. ഓക്കെ, സോ ചാർജും ആംഗുലർ മൊമെന്റും ഉണ്ടെങ്കിൽ ആ മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. സോ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ കേസ് നോക്കുമ്പോൾ തന്നെ അവിടെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം മാത്രമല്ല അവിടെ ഇലക്ട്രോണിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ആംഗുലർ മൊമെൻറ്റം. ദർ ഇസ് അനദർ ആംഗുലർ മൊമെൻറ്റം വിച്ച് ഇസ് കോൾഡ് സ്പിൻ ആംഗുലർ മൊമെൻറ്റം, isn't it? That is actually an intrinsic property of the electron itself. ആ ഇലക്ട്രോൺ ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് സ്പിൻ ആംഗുലർ മൊമെൻറ്റം. അത് ഇറ്റ്സ് ഓൺ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നത് കാരണം അതിനുണ്ടാവുന്ന ആംഗുലർ മൊമെൻറ്റം ആണ് സ്പിൻ ആംഗുലർ മൊമെൻറ്റം. സോ സ്പിൻ ആംഗുലർ മൊമെൻറ്റം കാരണം എന്തുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടായിരിക്കും ഇലക്ട്രോൺ. ഓക്കെ, സോ ദിസ് orbital angular momentum as well as spin angular momentum will contribute to the magnetic moment of the electron. So നമുക്ക് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കാരണം ഒരു ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടെന്ന് പറയാം. അതുപോലെ സ്പിൻ ആംഗുലർ മൊമെൻറ്റം കാരണം ഒരു സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടെന്നും പറയാം. സോ അതിൻ്റെ എക്സ്പ്രഷൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പ്രഷൻസ് ആണ്. mu is equal to minus GL EL divided by 2m. GL is equal to 1 and spin magnetic moment is given by mu is equal to minus GS ES divided by 2m where GS is 2. ഇവിടെ G എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടർ ആണ്. നമ്മൾ ക്ലാസിക്കൽ പിക്ചറിൽ നിന്ന് ക്വാണ്ടം പിക്ചറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കറക്ഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് G. ഓക്കെ, so we can tell that the total magnetic moment of the electron, ഇലക്ട്രോണിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെയും സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവുന്നത് കാരണം ഉണ്ടാവുന്ന ആംഗുലർ മൊമെൻറ്റത്തിൻ്റെയും സം ആയിരിക്കും. ഓക്കെ, ദ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദി ഇലക്ട്രോൺ വിൽ ബി ദ vector sum of its motion around the nucleus as well as its own intrinsic spin angular moment. Okay, then another concept which we know is quantization of angular momentum. നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റം എല്ലിന് the values that L can have are root of L into L plus 1 h cut and LZ is ml h cut, isn't it? Where L can be from 1 to n minus 1 and LZ is a component of L which is in the direction of the external magnetic field. This is something which you know. അതേപോലെ എസിന് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എച്ച് കട്ട് വരാം. എസ് സെഡ് വിൽ ബി എം എസ് എച്ച് കട്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെയും സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻസ് ഇപ്പോൾ സ്ലൈഡിൽ കാണുന്നത് പോലെ കിട്ടും. ദാറ്റ് ഈസ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിന് മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ജി എൽ ഇ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m എൽ ബൈ എച്ച് കട്ട് എന്ന് കിട്ടും. അതുപോലെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ വിൽ ബി ഈക്വൽ ടു മൈനസ് ജി എസ് ഇ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m എസ് ഡിവൈഡഡ് ബൈ എച്ച് കട്ട്. അതായത് നേരത്തെ എക്സ്പ്രഷനിൽ നമ്മൾ ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് ദിസ്. ഓക്കെ, നൗ
here E h divided by 2m എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് കോൾഡ് ദ ബോർ മാഗ്നെറ്റോൺ. ബോർ മാഗ്നെറ്റോണിനെ നമ്മൾ മ്യൂ ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് മ്യൂ ബി ഇസ് 5.78 into 10 to the power minus 5 electron volt per Tesla. Okay, so if you are substituting it, you will get the orbital magnetic moment as mu is equal to minus gl mu b L by h cut, and the spin magnetic moment as mu is equal to minus gs mu b s divided by h cut എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും എന്ത് തന്നെയായിരിക്കും, അതിനും ക്വാണ്ടൈസ്ഡ് വാല്യൂസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇൻ യൂണിറ്റ്സ് ഓഫ് മ്യൂ ബി. നമുക്കറിയാം എല്ലിനും എസിനും ക്വാണ്ടൈസ്ഡ് വാല്യൂസ് ആണ് ഉണ്ടാവുക. സോ എല്ലിനെയും എസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ല് ക്വാണ്ടൈസ്ഡ് ആണ്, അതുകൊണ്ട് മ്യൂ എന്തായിരിക്കും, ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിന് സർട്ടൻ വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, എസിന് സർട്ടൻ വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, ക്വാണ്ടൈസ്ഡ് വാല്യൂസ് ആണ്. ആ എസിനെ മ്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മ്യൂനും എന്ത് തന്നെയായിരിക്കും, ക്വാണ്ടൈസ്ഡ് വാല്യൂസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതേപോലെ ഇപ്പം നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണിൻ്റെ കേസാണ്. ഇലക്ട്രോണ് ന്യൂക്ലിയസിന് റിവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ എന്ത് സംഭവിക്കുന്നുണ്ട്, ന്യൂക്ലിയർ പാർട്ടിക്കിൾസിന് നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ്സിന് എക്സ്പ്രഷൻസ് എഴുതാൻ പറ്റും. ഓക്കെ, അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂ ബി ബോർ മാഗ്നറ്റോണിന് പകരം നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. So Bohr magnet is for electrons. Its value is given mu b is equal to EH divided by 2me, where me is the mass of the electron and mu b ന്റെ value നമ്മൾ ഓൾറെഡി പറഞ്ഞു 5.788 into 10 to the power minus 5 electron volt per Tesla ആണ്. ഇനി ന്യൂക്ലിയർ മാഗ്നറ്റോൺ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ന്യൂക്ലിയർ പാർട്ടിക്കിൾസിനാണ്. mu n എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു EH divided by 2mp, that is mass of proton or mass of neutron. Okay, and we will get the value for mu n is equal to 3.15 into 10 to the power minus 8 electron volt per Tesla. സോ നമ്മൾ മ്യൂ ബിയുടെയും മ്യൂ എന്നിൻ്റെയും വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം മ്യൂ എൻ ഇസ് ലെസ് ദാൻ മ്യൂ ബി. അതെന്തുകൊണ്ടാണ്, മാസ് ഓഫ് പ്രോട്ടോൺ ഇസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, സോ ആ രണ്ട് ഇക്വേഷൻസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ദ ന്യൂക്ലിയർ മാഗ്നറ്റോൺ ഇസ് ലെസ് ദാൻ ബോർ മാഗ്നറ്റോൺ. ഓക്കെ, ഇനി നമ്മളിവിടെ ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും ആണ് അല്ലേ. അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്കറിയാം നമ്മൾ പറഞ്ഞു ഒരു പാർട്ടിക്കിളിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കണം, രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഒന്ന് ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു ചാർജ് ഉണ്ടായിരിക്കണം, അതുപോലെ അതിൻ്റെ മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു ആംഗുലർ മൊമെൻ്റ് ഉണ്ടായിരിക്കണം. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾസ് പ്രോട്ടോണും ന്യൂട്രോണും ആണ്. സോ പ്രോട്ടോൺ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രോട്ടോണിന് ചാർജ് ഉണ്ട്, അതിൻ്റെ മോഷൻ കാരണം അതിന് എന്തുണ്ടായിരിക്കും, ഒരു ആംഗുലർ മൊമെൻ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ന്യൂട്രോണിൻ്റെ കേസിൽ ന്യൂട്രോണിൻ്റെ ചാർജ് 0 ആണെന്നാണ് നമ്മൾ പറയുക അല്ലേ. പക്ഷേ ദെൻ ഓൾസോ ഇറ്റ് ഈസ് ഹാവിങ് എ മാഗ്നറ്റിക് മൊമെൻറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് വാട്ട്, ഇറ്റ് ഹാസ് എൻ ഇൻട്രിൻസിക് ചാർജ് ആൻഡ് ആംഗുലർ മൊമെൻറ്റം, എന്നാൽ മാത്രമേ മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവുള്ളൂ. ബട്ട് വി നോ ദാറ്റ് ദ ചാർജ് ഓഫ് ന്യൂട്രോൺ ഇസ് 0. സോ ഹൗ ക്യാൻ യു ജസ്റ്റിഫൈ ഇറ്റ്? സോ ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് ബൈ ദ കോൺസെപ്റ്റ് ഓഫ് ക്വാക്സ്. നമ്മൾ ഓൾറെഡി പാർട്ടിക്കിൾ ഫിസിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂട്രോണിൽ there are different, neutron is composed of quarks, isn't it? 3 quarks, UDD എന്ന് പറഞ്ഞു. ഈ UDD എന്ന് പറയുന്ന ക്വാക്സിന് എന്തുണ്ട്, ചാർജ് ഉണ്ട്. ഓക്കെ, സോ ആക്ച്വലി ഇൻസൈഡ് ദിസ് ന്യൂട്രോൺ there is some charge for the components out of which it's formed. Okay, so this neutron is having some charge distribution inside it, and thus it is having a magnetic moment. അപ്പോൾ ന്യൂട്രോണിനും എന്തുണ്ട്, ചാർജും ഉണ്ട്, അതുപോലെ ഓർബിറ്റൽ വാട്ട് എവർ മോഷൻ ഇറ്റ് ഇസ് ഹാവിങ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗുലർ മൊമെൻറ്റും ഉണ്ട്. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് പ്രോട്ടോൺ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് സ്പിൻ ആംഗുലർ മൊമെൻറ്റ്. ഓക്കെ, പ്രോട്ടോണിൻ്റെ കേസിൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റ് എസിൻ്റെ സെയിം ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് മൊമെൻറ്റ്, ന്യൂട്രോണിൻ്റെ കേസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ നമുക്ക് ക്വാണ്ടൈസേഷൻ റൂൾസ് പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും എഴുതാൻ പറ്റും ഫോർ ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, ഫോർ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഓൾസോ വി ഹാവ് സിമിലർ എക്സ്പ്രഷൻസ് ഫോർ ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. They are also spin half particles like electrons. So L will be equal to root of L into L plus 1 h cut, and Lz will be equal to ml h cut, and S will be equal to root of S into S plus 1 h cut, and Sz will be equal to ms h cut.
Okay, ms can have two values plus and minus half, right? And as a result, sz will be having two values plus or minus h cut divided by 2. Okay, suppose you just consider a particle which is in rotational motion. Okay, ഈ പാർട്ടിക്കിളിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ അതിൻ്റെ തന്നെ ആക്സിസിൽ റിവോൾവ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, ആ ഇലക്ട്രോണിനെ ആ ഒരു സിസ്റ്റത്തിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അലോങ് സെഡ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിന് എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് എ ബാർ മാഗ്നറ്റ്. ഈ ഒരു ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു ബാർ മാഗ്നറ്റിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതേ ഡയറക്ഷനിൽ ഈ ബാർ മാഗ്നറ്റ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലേ? യെസ്. പക്ഷേ നമുക്ക് ഇവിടെ നമ്മൾ ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കേസിൽ നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റത്തിന് ചില ക്വാണ്ടൈസ്ഡ് വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ഏത് ഡയറക്ഷനിലോ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ആർബിട്രറി ഡയറക്ഷനിൽ അലൈൻ ചെയ്യാൻ ഈ ആംഗുലർ മൊമെൻറ്റത്തിന് പറ്റില്ല. ഓക്കെ, ദേ ആർ നോട്ട് ഫ്രീ ടു ഓറിയൻറ്റ് ദംസെൽസ് ഇൻ എനി ആർബിട്രറി ഡയറക്ഷൻ ഇൻ സ്പേസ്. പക്ഷേ എന്താണ്, ചില ഡയറക്ഷൻസ് ഫിക്സ്ഡ് ആയിട്ടുണ്ട്, ക്വാണ്ടൈസ്ഡ് ആയിട്ടുണ്ട്, ഓർ ദേ ആർ റെസ്ട്രിക്റ്റഡ് ബൈ ക്വാണ്ടൈസേഷൻ റൂൾസ്. ഏതെങ്കിലും ഡയറക്ഷനിൽ അലൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബട്ട് ദേ ക്യാൻ അലൈൻ ഓൺലി ഇൻ സർട്ടൻ ഫിക്സഡ് ഡയറക്ഷൻസ്. ഓക്കെ, so the direction in which the spin angular momentum is facing is quantized and restricted by quantization rules. Thus ഈ ന്യൂട്രോൺ ഓർ പ്രോട്ടോൺ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പെർട്ടിക്കുലർ ആയിട്ട് ചില ക്വാണ്ടൈസ്ഡ് സ്റ്റേറ്റ്സിൽ മാത്രമേ അലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് പ്രിസിഷൻ നടക്കും. ഓക്കെ, ദേ വിൽ പ്രിസസ് അറൗണ്ട് ദ ടു ആക്സിസ് along the external direction of the external magnetic field. ഓക്കെ, ഒരു കോണിക്കൽ സെക്ഷനിൽ ഇപ്പോൾ മുകളിൽ ഇൻ ദ അപ്പർ ഹാഫ് they will be processing around a conical section that is plus h cut by 2. അതേപോലെ ലോവർ ഹാഫിലും എന്ത് ചെയ്യാൻ പറ്റും? പ്രിസസ് ചെയ്യാൻ പറ്റും along a conical section that is minus h cut by 2. ഓക്കെ, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ അവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ഐദർ പ്രിസസ് in the upper conical section plus h cut by 2, or it can precess in the lower conical section minus h cut by 2. Okay, so such motions are possible there. അതായത് അതൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നതിന് പകരം പ്രിസിഷൻ ആണ് ഒക്കർ ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് all these concepts. Okay, so it is having a set component of plus h cut or minus h cut. So either it will undergo precession in the conical section plus h cut or in the minus h cut. Okay, so that is what is happening. So the spin angular momentum can have only two direction along the direction of an external magnetic field. രണ്ട് directions ആണ് possible ആയിട്ടുള്ളൂ. sz can be plus or h cut by 2 or minus h cut by 2. Okay, so if you are putting the values of sz here, okay, you will be getting the magnetic moment values mu p and mu n. Okay, ഇപ്പോൾ പ്രോട്ടോണിൻ്റെ കേസിൽ നമ്മൾ കണ്ടു mu pയും എസ്സും ഓക്കെ സെയിം ഡയറക്ഷനിലായിരുന്നു, നമ്മൾ ആ ഫിഗറിൽ കണ്ടതാണ്. സോ mu p can be written as g into mu n s by h cut. ഓക്കെ, അവിടെ നമ്മൾ എസ് ഓക്കെ ദിസ് ഇസ് mu p, then you are finding the z component of that. Okay, mu p z will be equal to പ്ലസ് ഓർ മൈനസ് ജി മ്യൂ എൻ ഡിവൈഡഡ് ബൈ 2. അവിടെ എന്താ നമ്മൾ കൊടുത്തത്? എസ്സിന് പ്ലസ് എച്ച് കട്ട് ബൈ 2 ആണ് കൊടുത്തത്. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് ദ സെറ്റ് കമ്പോണൻറ്റ് ഓഫ് മ്യൂ പി ദാറ്റ് വിൽ ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2.793 മ്യൂ എൻ. ഇവിടെ ജി കറക്ഷൻ ഫാക്ടർ ജിൻ്റെ വാല്യൂ 5.5858 ആണ് പ്രോട്ടോണിൻ്റെ കേസിൽ. ഓക്കെ, ഇനി ന്യൂട്രോണിൻ്റെ കേസിൽ നമ്മൾ ഫിഗറിൽ കണ്ടു മ്യൂ എന്നും എസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് മ്യൂ എൻ വിൽ ബി ഈക്വൽ ടു ജി മ്യൂ എൻ എസ് ബൈ എച്ച് കട്ട് ആണ് അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ. സെറ്റ് കമ്പോണൻറ്റ് കാണുമ്പോൾ മൈനസ് ഓർ പ്ലസ് ജി മ്യൂ എൻ ബൈ 2 വരും. നമ്മൾ എസ്സിന് മൈനസ് എച്ച് കട്ട് ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ.
ഓക്കെ, അതായത് മ്യൂ എന്നും എസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായത് കാരണമാണ് അവിടെ മൈനസ് ഓർ പ്ലസ് എന്ന് വന്നത്. ആൻഡ് യുൽ ഗെറ്റ് മ്യൂ എൻ സെറ്റ് കമ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓർ പ്ലസ് 1.913 mu n. Okay, nuclear magneton. That much nuclear magneton. We are expressing it in terms of nuclear magneton. And G is having a value of minus 3.8263 in case of neutron. Now suppose the proton has an energy of E naught. Okay. If we are placing it in the presence of an external magnetic field, then it will persist in two different directions. Okay. In the slide, it presses എന്നാണ് കേട്ടോ. Something is not clear in that slide. It presses in the two directions, different directions എന്നാണ്. അങ്ങനെ ആകുമ്പോൾ മാഗ്നറ്റിക് എനർജി യു എം ഇസ് ഗിവൺ ബൈ മൈനസ് മ്യൂ ഡോട്ട് ബി അല്ലെങ്കിൽ മൈനസ് മ്യൂ ബി കോസ് തീറ്റ എന്ന് എഴുതാം. ആൻഡ് ബി കോസ് തീറ്റ ഇസ് നത്തിങ് ബട്ട് ദി കമ്പോണൻറ്റ് ഓഫ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് സെറ്റ്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? യു എം ഇസ് ഈക്വൽ ടു മൈനസ് ബി യു എം ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ ബി സെഡ് എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ പ്രോട്ടോണിൻ്റെ കേസിൽ നമുക്ക് പ്ലസ് മ്യൂ പി ബി എന്നും കിട്ടും, മൈനസ് മ്യൂ പി ബി എന്നും കിട്ടും. ഓക്കെ, so this E naught is actually splitting into two energies, E naught plus mu pb and E naught minus mu pb. Okay, spin up case ആകുമ്പോൾ എം എസ് പ്ലസ് ഹാഫ് ആയിരിക്കും, സോ എനർജി ലോവർ ചെയ്യാണ് ചെയ്യുക. ആൻഡ് സ്പിൻ ഡൗൺ ആകുമ്പോൾ എം എസ് മൈനസ് ഹാഫ് ആയിരിക്കും, അപ്പോൾ എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, so in spin down case we get higher energy, and in spin up state we get lower energy, and energy difference between these two split lines will be 2 into mu pb. Okay, so this is all about the nuclear magnetic moment. Now we are going to discuss about electric quadrupole moment of the nucleus. So കുറേ ന്യൂക്ലിയസ് ഒക്കെ നമുക്ക് കാണാം സ്പിറിക്കൽ ഷേപ്പിലായിരിക്കില്ല ഉണ്ടാവുക. ദേ വിൽ ബി ഇൻ ദ ഷേപ്പ് ഓഫ് എൻ എലപ്സോയിഡ്. അതായത് സ്പിറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് കുറച്ച് ഡീവിയേഷൻ ഉള്ളതായിട്ട് കാണാം. ഓക്കെ, സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസിന് മിക്കവാറും സ്പിറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. Q will be equal to 0 in that case. പക്ഷേ if it is not that stable, then the nuclear charge distribution will deviate from the spherical symmetry. ഓക്കെ, അത് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇഫ് ദ quadrupole moment Q is 0, that means the charge distribution is spherical. Okay, or the nucleus is spherically symmetrical. If Q is greater than 0, okay, അതായത് Q പോസിറ്റീവ് ആണെങ്കിൽ we'll get a prolate nucleus, and if it is less than 0, we'll get an oblate nucleus. Okay, these are the different ways in which the charge is distributed inside a nucleus. Q is positive when B is greater than A, and ആ കേസിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിമെട്രി ഡയറക്ഷൻ ഏതാണോ, ആക്സിസ് ഏതാണോ, ആ സിമെട്രി ആക്സിസിൻ്റെ ഡയറക്ഷൻ്റെ എലോങ് ആയിട്ടായിരിക്കും ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് ആസ് എ റിസൾട്ട് വി ഗെറ്റ് ദ പ്രോളേറ്റ് ഷേപ്പ് ആസ് യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്. Q നെഗറ്റീവ് ആണെങ്കിൽ, അതായത് when A is greater than B, then charge distribution is stretched perpendicular to the direction of the symmetric axis. Symmetric axis Z ആണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സ്ട്രെച്ചിങ് നടക്കുക. ആൻഡ് ഇൻ ദാറ്റ് കേസ് യു വിൽ ഗെറ്റ് ഒബ്ലേറ്റ് സ്പിറോയിഡൽ ഷേപ്പ്. ഓക്കെ, ഇനി ഫ്രം ഷെൽ മോഡൽ എക്സ്പ്ലനേഷൻ, ദി സിംഗിൾ പാർട്ടിക്കിൾ ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് ഓഫ് എൻ ഓഡ് പ്രോട്ടോൺ, ഒരു ഓഡ് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ഷെല്ലിൽ ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഫില്ല് ചെയ്തു, അങ്ങനെ ഫുള്ളി ഫിൽഡ് ആയതിനു ശേഷം ഒരു എക്സ്ട്രാ ഓഡ് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ആ പ്രോട്ടോണിൻ്റെ ക്വാഡ്രപ്പിൾ മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷനാണ് ക്യൂ എസ് പി എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ ഓഫ് സിംഗിൾ പാർട്ടിക്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2j മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് for a uniformly charged sphere, that is equal to 3 by 5 capital R square. Capital R is the radius of the nucleus. That is equal to R naught A raised to 1 by 3. Okay. And a more difficult situation arises when we are having an odd neutron. Odd neutron ആവുമ്പോൾ situation is somewhat difficult. And avade if it is a neutron, okay, then it will be having no quadrupole moment if it is outside a filled subshell. Okay, എല്ലാ സബ്ഷെല്ലും ഫില്ല് ചെയ്തു, ഔട്ട്സൈഡ് നമുക്കൊരു ഓഡ് ന്യൂട്രോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാഡ്രപ്പിൾ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ
if a subshell contains more than a single particle, all the particles in the subshell can contribute to the quadrupole moment. ഓക്കെ, ഒരു നമ്മൾ ഷെൽസ് അപ് ടു എ പെർട്ടിക്കുലർ ലെവൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതിനു ശേഷം നമുക്ക് എക്സ്ട്രാ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ ഓരോ പാർട്ടിക്കിളിൻ്റെയും ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ടോട്ടൽ ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സബ്ഷെല്ലിൻ്റെ കപ്പാസിറ്റി 2J+1 ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ദ കറസ്പോണ്ടിങ് ക്വാഡ്രപ്പിൾ മൊമെൻറ്റ് ഇസ് ഗിവൺ ബൈ Q is equal to QSP into 1 minus 2 n minus 1 divided by 2J minus 1. ഇവിടെ സ്മോൾ ലെറ്റർ n റെപ്രസെൻറ്റ് ചെയ്യണത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ദ സബ്ഷെൽ ആണ്. And QSP is a single particle quadrupole moment whose expression is already discussed. Okay, so this quadrupole moment is actually giving us an idea about the charge distribution inside a nucleus. Okay, how the charge is distributed inside a nucleus, and this is the expression in order to find that. Okay.